ഗൈസ്, അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മൾ പെൻ അസൈൻമെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. പെൻ അസൈൻമെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പെൻ അസൈൻമെൻറ്റ് കൺട്രോൾ അടിക്കുമ്പോൾ ഈ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ പെൻ അസൈൻമെൻറ്റ് സെക്ഷനിൽ പോവുക. acad.ctb ആണ് കിടക്കുന്നത്, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. രണ്ടാണ് കിടക്കുന്നതെങ്കിൽ acad.ctb മാറ്റിയതിന് ശേഷം ഈ സെക്ഷൻ എഡിറ്റ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ആവശ്യമുള്ള ഡയലോഗ് ബോക്സ് വരും. ഇവിടെയാണ് മെയിൻ എഡിറ്റിംഗ് ചെയ്യണം, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സപ്ലയർ ഡക്റ്റിൻ്റെ കളറിലോട്ടാണ്. സപ്ലയർ ഡക്റ്റിന് നമ്മൾ കളർ നമ്പർ 70 ആണ് കൊടുത്തിരുന്നതെന്ന് ഓർമ്മിക്കുക. കളർ നമ്പർ 70 ആണ് കൊടുത്തിരുന്നത്. കണ്ടിന്യൂസ് ലൈനായിരുന്നു ഡക്റ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി അതെല്ലാം നമ്മൾ പ്രിൻറ്റിൽ വരുമ്പോൾ അത് നമുക്ക് മാറ്റി കാണാം, വേറെ ആയിട്ട് കാണാം. അപ്പോൾ അതാണ് നമ്മൾ ഈ പെൻ അസൈൻമെൻറ്റിൽ ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കളർ നമ്പർ 70 മാറ്റിയിട്ട് ബ്ലാക്ക് കളർ കൊടുക്കാൻ പോകണം. നമ്മുടെ ഡക്റ്റിന് ബ്ലാക്ക് കളർ കൊടുക്കാൻ പോകണം. അതിനുശേഷം ലൈൻ വെയ്റ്റ് ഞാൻ 0.65 മില്ലിമീറ്റർ കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം അതുപോലെ ലൈൻ ടൈപ്പ് കണ്ടിന്യൂസ് ലൈൻ ആയിരുന്നെന്ന് നമുക്കറിയാം. അതിനെ മാറ്റിയിട്ട് ഞാനിപ്പം ISO ഡാഷ് കൊടുക്കാൻ പോകണം, ഡോട്ടഡ് ലൈൻ കൊടുക്കാൻ പോവുകയാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം സേവ് ആൻഡ് ക്ലോസ് കൊടുക്കുക. ഇവിടെ പോവുക. ഈ സെക്ഷൻ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യമാണ് പ്ലോട്ട് ഓപ്ഷൻസിൻ്റെ അകത്ത് ഇത് നിർബന്ധമായിട്ട് നമ്മൾ ടിക്ക് ചെയ്തിരിക്കണം. പ്ലോട്ട് ഒബ്ജക്റ്റ് വിത്ത് ലൈൻ വെയ്റ്റ് അതെല്ലാം കൊടുത്തതിന് ശേഷം നേരെ അപ്ലൈ ടു ലേഔട്ട് കൊടുക്കുക. അപ്ലൈ ടു ലേഔട്ട് കൊടുത്തതിന് ശേഷം നേരെ പ്രിവ്യൂവിലോട്ട് പോവുക. ഓക്കെ, പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ SADയുടെ കളറെല്ലാം മാറി ഇപ്പോൾ ബ്ലാക്ക് ഡോട്ടഡ് ലൈനായിട്ട് മാറിയത് കാണാൻ പറ്റും. ഇപ്പുറത്തെ സെക്ഷനിലും അതുപോലെ തന്നെ SADയുടെ സപ്ലയർ ഡക്റ്റിൻ്റെ കളർ ബ്ലാക്ക് ആയതുപോലെ തന്നെ ഡോട്ടഡ് ലൈനുമായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് പെൻ അസൈൻമെൻറ്റ് പ്രോപ്പർട്ടിയുടെ ഒരു പ്രധാന ഗുണം. നമുക്ക് പ്രിൻ്റ് ചെയ്യണ പേപ്പറിൽ മാത്രം കാണാൻ പറ്റും. അതേസമയം ലേഔട്ട് സെക്ഷനിലും കാണാൻ പറ്റില്ല, മോഡൽ സെക്ഷനിലും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാൻ പോകും. ഇതാണ് പെൻ അസൈൻമെൻറ്റിൻ്റെ ഒരു പരിപാടി. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാണും. ഓക്കെ, താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ ഞാൻ തിരിച്ച് ലേഔട്ട് സെക്ഷനിലോട്ട് വന്നു. അത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം നമുക്ക് ഇതാണ്ട സപ്ലയർ ഡക്റ്റിനൊക്കെ പച്ച കളർ തന്നെയാണ് കിടക്കുന്നത്. കളർ നമ്പർ 70 തന്നെയാണ്, കണ്ടിന്യൂസ് ലൈനാണ്, ഡോട്ടഡ് ലൈനൊന്നുമല്ല. ഇവിടെ അതുപോലെ SAD സപ്ലയർ ഡക്റ്റിന് പച്ച കളർ നമ്പർ 70 ആണ്, ഡോട്ടഡ് അല്ല. നമുക്കത് വിസിബിൾ ആയത് എവിടെയാണ്? പ്ലോട്ടിംഗ് സെക്ഷനിൽ മാത്രം. PDF പ്രിൻ്റ് ഔട്ട് സെക്ഷനിൽ മാത്രമേ അത് വിസിബിൾ ആയിട്ടുള്ളൂ. അതാണ് പെൻ അസൈൻമെൻറ്റ് പ്രോപ്പർട്ടി. താങ്ക് യു.